ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡടി കപ്പിൾസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്താണ് ഇത് ആ ചലഞ്ചിങ് വീഡിയോ ഒന്ന് പറയാം. കുക്കിംഗ് ചലഞ്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ ATM പോയിട്ട് 2 പേർക്കും ഓരോ 100 റുപ്പീസ് എടുക്കും. എനിക്ക് 100 റുപ്പീസ്, ഇക്കുനും 100 റുപ്പീസ്. എന്നിട്ട് നമ്മുടെ ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 100 രൂപയ്ക്ക് ഉള്ളിൽ ഉള്ള എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഞാനാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ അതും കൊണ്ട് ഒരു പ്രിപ്പയർ ചെയ്തൊരു ഫുഡ് ഐറ്റം ഉണ്ടാക്കണം. ഇക്കു എടുക്കുന്നത് വെച്ചിട്ട് ഇക്കു ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കണം. അപ്പൊ ആരാണ് ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ചിങ് വീഡിയോ. അപ്പൊ നമുക്ക് പോയാലോ? നമുക്ക് ഫസ്റ്റ് നമുക്ക് പോകാനുള്ളത് ATM-ലോട്ടേക്കാണ്. അപ്പൊ നമുക്ക് ATM. ഓക്കേ. അങ്ങനെ ഗൈസ്, നമ്മൾ 100 രൂപ എടുക്കാനായിട്ട് ATM-ൽ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് 100 രൂപ എടുത്തിട്ട് ബാക്കി കാര്യം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ വാ. അപ്പൊ അങ്ങനെ ATM-ൽ നിന്ന് നമ്മൾ നേരെ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണത്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള വേറൊരു മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കു ഉണ്ടാക്കുന്ന റെസിപ്പി എന്താണെന്ന് എനിക്കോ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എന്താണെന്ന് ഇക്കുനും അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഐറ്റംസ് എടുക്കുന്നത്. കൂടെ ക്യാമറയും പിടിച്ച് നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ കമോൺ. അപ്പോൾ അങ്ങനെ ഇക്കുവിൻ്റെ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും ഒരു ബാസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ ഇക്കു എന്തൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വെയിറ്റ് ആൻഡ് സീ. വരുന്നിക്കു. ഓ, ആ വരുന്ന വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ ലുക്ക്. കിലോ 65 രൂപ. എനിക്ക് അപ്പോ എന്തോ ഒരു ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഓടിക്കാം. അപ്പം അങ്ങനെ അടുത്ത ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാനുള്ളത് മുട്ടയാണ്. മുട്ട അപ്പുറത്താണ്. അപ്പൊ ഇനി ഇവിടെ നിന്ന് ഒന്നും എടുക്കാനില്ല. ഇല്ല. എനിക്കിത്ര മതി, അവക്കുള്ള അവളെടുക്കും. എനിക്ക് 86 രൂപ ആയിട്ടുള്ളൂ. അതാ കണ്ടോ. അപ്പൊ ഇനി എൻ്റെ ഊഴമാണ്. യെസ്, നിന്റെ ഊഴമാണ്. അപ്പോൾ ഇക്കുവിൻ്റെ ഊഴം കഴിഞ്ഞു, ഇനി എൻ്റെ ഊഴമാണ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് കാണണ്ടേ. ബാ, കമോൺ. 3 പച്ചമുളക്. പിന്നെ എനിക്ക് അടുത്ത വേണ്ടത് എവിടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഗൈസ്. ഇവിടെ 100 ഗ്രാമിൽ കുറഞ്ഞ അടിക്കൂല കേട്ടാ. അത് കുഴപ്പമില്ല, എനിക്ക് അവര് ഫ്രീ ആയിട്ട് തരും പച്ചമുളക്. ഇല്ല തരും. ഇനി എനിക്ക് വേണ്ടത് അതൊരു പിന്നെ പരിപാടിയായി പോയി. അത്രയും വേണമെന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു 2 തക്കാളി. ഇനി എനിക്ക് വേണ്ടത് എവിടെ ഓടിക്കൂടെ 2 സവാള. ഇതിനേക്കാളും മലക്കറി കട്ട് പീസൊക്കെ എടുത്താൽ മതിയായിരുന്നു.
ഇത് പറക്കാണ് കിടന്നത്. ചെറിയ ഒരു ക്യാപ്സിക്കം. പച്ചക്കറിയിൽ നിന്നും എനിക്ക് ഇത്രയും മതി. എന്നാലും ഇതൊരു ചതിവാണ്. പിന്നെ എനിക്കിനി ഒരു 2 മുട്ടയും കൂടെ വേണം. അതിത് എത്രക്കായി നോക്കണം. ഇത് എത്ര രൂപയ്ക്കായി നോക്കണേ. അതിൻ്റെ അതിനകത്ത് അവള് ഫൗള് കാണിച്ചിട്ടുണ്ട്. ഒരു ഫൗളും ഞാൻ കാണിച്ചിട്ടില്ല. അവള് 3 ചില്ലിയൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്നും എടുക്കല്ലേ, 100 ഗ്രാമിൽ കുറഞ്ഞ എടുക്കല്ലേ. അങ്ങനെയില്ല, നിങ്ങൾ എന്തെടുക്കുന്നോ അത് അവർ ബില്ലടിച്ചു തരും. ഇല്ല, അത് ഫൗളാണ്. ഇത് എത്ര രൂപയ്ക്കായി? ചില്ലിയാ. അത് എത്ര രൂപയ്ക്കായി? 23. അപ്പോൾ ഒരു 3 മുട്ട. 42 ഇവിടെ. ഓക്കെ, ഇവിടെ ഞാൻ 42 രൂപ. അപ്പോൾ ഒരു മിനിറ്റ്, എനിക്കൊരു ഒരു നാരങ്ങയും കൂടെ ഞാൻ അതിക്ക് ബാലൻസിങ് ചെയ്തു. 50. ഓക്കെ. യൂട്യൂബ് നമ്മൾ കുറേ നാളായി, ഏകദേശം ഇപ്പോൾ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു 6-7 മാസം ആവുന്നേ ഉള്ളൂ. ഫുഡ് അടി കപ്പിൾസ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ എടുത്തത് 47 രൂപയ്ക്കാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളത് കഴിഞ്ഞു. ഇനി എനിക്ക് അപ്പുറത്തെ കൗണ്ടറിൽ നിന്നാണ് എനിക്ക് മേടിക്കാനുള്ളത്. അതെത്ര വരുന്നേ? അത് മാത്രമേ 45 രൂപ. അപ്പോൾ എൻ്റെ പരിപാടികൾ ക്ലോസ്. നമ്മൾ 200 രൂപ കൊടുത്ത് ഇത് ക്ലോസ് ചെയ്യുക. ബാലൻസ് എത്രയാണ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി പോവാം വീട്ടിലോട്ട്. പിന്നെന്ത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ റൂൾസ് പറഞ്ഞു തരാം. അതായത് ഇവിടെ കിച്ചണിൽ നിന്നും എടുക്കാൻ പറ്റുന്ന ഐറ്റംസുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സി, അതുപോലെ തന്നെ പാത്രങ്ങൾ, അതൊക്കെ നമുക്ക് വേണ്ടത് എടുത്ത് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആകെ എടുക്കാൻ പറ്റുക ഈ കിച്ചണിൽ നിന്നും ഈ പാത്രങ്ങളും മിക്സി കൂടെ അതൊന്നും കൂടാണ്ട് എടുക്കാൻ പറ്റുന്നത് വെറും 5 ഐറ്റം മാത്രമേ ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് വെള്ളം 1, ഉപ്പ് 1, പഞ്ചസാര, അങ്ങനെ ആയിട്ട് 5 ഐറ്റം മാത്രമേ. ആ 5 ഐറ്റത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ ഒരാൾ 5 ഐറ്റം മാത്രമേ കിച്ചണിൽ നിന്നും എടുക്കാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റൂൾസ്. പിന്നെ ആരാണോ പർച്ചേസ് ചെയ്തത് അവർ മാത്രമായിരിക്കണം അവരുടെ ആ റെസിപ്പി ഉണ്ടാക്കേണ്ടത്. അതിനകത്ത് ഒരാളിപ്പോൾ ഞാനാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഇക്കു ക്യാമറ പിടിക്കുക എന്നുള്ള ജോലി അല്ലാതെ മറ്റു ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. ഇക്കുവാണ് ഉണ്ടാക്കുന്നതെങ്കിലും തിരിച്ചും അതുപോലെ തന്നെ. കത്തിയൊക്കെ എടുക്കാനല്ലേ? യെസ്, കത്തിയൊക്കെ നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം, അത് വിഷയമില്ല. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇക്കുന് മനസ്സിലായല്ലോ? മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നേരെ ഗോ ടു കിച്ചൺ. അപ്പൊ ഞാൻ ഇന്ന് പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 5 എഗ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പൈനാപ്പിളും ഒരു മുട്ടയും വെച്ചിട്ട് എന്ത് പൈനാപ്പിൾ ജ്യൂസ് ആൻഡ് എഗ് തോരൻ. എഗ് തോരനോ? എന്ത് പാടേ. അപ്പൊ നമുക്ക് എന്തായാലും അത് തന്നെ. അതിനകത്ത് അഡീഷണൽ ആയിട്ട് എനിക്ക് വേണ്ടി വേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോൾട്ട്, സവാള എടുക്കുന്നുണ്ട്, പച്ചവെള്ളം എടുക്കുന്നുണ്ട്, പിന്നെ ഓയിലും എടുക്കുന്നുണ്ട്. ഇത്ര ഞാൻ എടുക്കുന്നുള്ളൂ. പെപ്പർ പൗഡറൊക്കെ ഞാൻ ഇട്ട് കളഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിംഗ് പ്രിപ്പറേഷനിലോട്ടേക്ക് പോവാം. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാം റെഡി അല്ലേ? അപ്പം ഞാൻ കൊണ്ടുപോവാ, പൊളിക്കാം നമുക്ക് ഇവിടെ. ഇവിടെ
അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ പൊർത്തിച്ചക്ക ജ്യൂസ് ആണ്. എന്ത് ചക്ക ജ്യൂസ്? പൊർത്തിച്ചക്ക, പൈനാപ്പിൾ ജ്യൂസ്. എന്നുള്ള വേർഡ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അത് നീ തിരുവനന്തപുരത്ത് വരാത്തതിന്റെ കുഴപ്പമാണ്. എനിവേ കട്ടിംഗ് ബോർഡ് എടുക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈഫാണ്. നൈഫ് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. നൈഫ് ഒക്കെ അവിടെ ഉണ്ട്. ഈ നൈഫ് മതിയാവും. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. കത്തി വേറെ വേണ്ടി വരും ഗൈസ്. ഇത് വല്ലാത്തൊരു കട്ടിയുള്ള കത്തിയായി പോയി. ഞാൻ വേറെ കത്തി തരാം. അപ്പുറത്തുണ്ട് കത്തി. ഇതാണ് എപ്പോഴും കിച്ചണിൽ കയറാത്ത ആൾക്കാർക്ക് കത്തി ഏത് യൂസ് ചെയ്യുന്നൊന്നും അറിഞ്ഞൂടാ. അതിന്റെ വിഷയങ്ങളാണ് ഈ കാണുന്നത്. ഗൈസ് നൈഫ് ഒന്ന് മാറ്റിയിരിക്കണം. ആ നൈഫ് പറ്റിയില്ല. അപ്പം നമ്മൾ അടുത്തത് നമ്മളെ താത്താക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കിച്ചണിൽ കയറോട്ടുണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ കിച്ചണിൽ കാണും ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിന് കട്ടിങ് ഷേവിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കൊണ്ട് സാധിക്കും. എന്നെ കൊണ്ടേ സാധിക്കുള്ളൂ. നിങ്ങളെ കൊണ്ട് സാധിക്കും. ഭയങ്കര കട്ടിങ് ആണ് കണ്ട. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ് ഗൈസ്. മുൻപ് ഏത് ജ്യൂസ് കടയിലായിരുന്നു ചേട്ടാ? മുമ്പ് ജ്യൂസ് കടയിലല്ലായിരുന്നു. കാരണം നോമ്പിനൊക്കെ വരുമ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച് അങ്ങ് ശീലിച്ചതാണ്. പ്രാക്ടീസ് ഉണ്ട്. പിന്നെ നോമ്പായി കഴിഞ്ഞാൽ എനിക്ക് ഇത് തന്നെ പരിപാടി. 5 മണി തൊട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് അഴിയൽ, അതുപോലെ തന്നെ ഇതുപോലുള്ള പരിപാടികൾ തന്നെയാണ് നോമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ. അതിന് മുമ്പ് ആർക്കൊക്കെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അതിനൊക്കെ തീർക്കാം. പിന്നെ ഉമ്മ കാണും. ഉമ്മാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണല്ലോ മറ്റേ നോമ്പിന് മറ്റേ ഈ കഞ്ഞില്ലേ, നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്നത്. ഉമ്മാരെ പ്രിപ്പറേഷനൊക്കെ ആ സമയത്താണ്. അവസാനഘട്ട പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും. ആ സമയത്തായിരിക്കും ഞാൻ എന്നുള്ള ജ്യൂസിൻ്റെ പരുവം കണ്ടല്ലേ. അതാണ് ഇതാ നോക്കൂ. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ഗൈസ്. ഫ്രീസറിൽ വെക്കുകയോ നമ്മൾ താഴെ വെക്കുകയോ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാം.
അങ്ങനെ ഗൈസ് നമ്മൾ ഫസ്റ്റ് റൗണ്ടായിട്ടുള്ള ജ്യൂസ് അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് വെച്ചുള്ള മുട്ടത്തോരൻ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ പരിപാടിയാണ് ഇനിയിപ്പം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് അപ്പോൾ നമുക്കൊരു 4 മുട്ട മതിയാവും. 5 മുട്ട ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് 4 മുട്ട വരെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ അഡീഷണലായിട്ട് ഞാൻ ഇതിനകത്ത് എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ്, പച്ചമുളക്, സവാള, പിന്നെ ഓയിൽ. ഓക്കെ. കാരണം നേരത്തെ ഞാൻ ഷുഗർ എടുത്തു കഴിഞ്ഞു. അപ്പോൾ 5 ഐറ്റംസ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞാൻ അതാണ് അഡീഷണലായിട്ട് 5 ഐറ്റം നമുക്ക് എടുക്കാൻ പറ്റുന്ന അതാണ്. അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലോട്ടേക്ക് പോവാം. ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഈ മുട്ട നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഉരുണ്ട് ഉരുണ്ട് തറയെ പോവരുത്. അതൊക്കെ വിധിയാണ്. അയ്യോ, ഒരു മുട്ട പോയാൽ 6 രൂപ പോവും. അയ്യോ, എനിക്ക് കണ്ടിട്ടേ പേടിയാവുന്നു. അപ്പോൾ അത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മുട്ട നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഇതിലോട്ട് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക. ഇതിനകത്ത് അധികം പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വിഷയമല്ല. എനിവേ നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിംഗ് ബോർഡ് എടുക്കുക. അതുപോലെ തന്നെ ഒരു നൈഫ്, അതുപോലെ സവാള ഗിരി 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 ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സവാള ഗിരി ഗിരി വന്നിട്ടുണ്ട്. ഓക്കെ, സവാള ഗിരി 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 ഗിരി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പച്ചമുളക്. അപ്പോൾ പച്ചമുളക് താത്ത റെഡിയാക്കിയുണ്ട സെറ്റാക്കി വെച്ചിരിക്കുക. കണ്ടില്ല, ഞാൻ അങ്ങനെയാണ് പച്ചമുളക് എടുത്ത് വെക്കാറുള്ളത്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വാഷ് ചെയ്യണം. പച്ചമുളക് വാഷ് ചെയ്തിട്ട് ഈ സൈഡിലോട്ട് വയ്ക്കുക. അതുപോലെ തന്നെ സവാള നമ്മൾ തൊലി കളയുക. അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലി, ഗ്രീൻ ചില്ലി ആൻഡ് പച്ചമുളക് എന്നും പറയാം. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ആക്കണം. ഇങ്ങനെ ആക്കിയിട്ട് തന്നെ പണ്ട് ഏത് തട്ടുകടയിലായിരുന്നു ചേട്ടാ? ഞാൻ എല്ലാ പരിപാടിയും ചെയ്യൂലേ. നമ്മൾ ഇന്ന പരിപാടി എന്നൊന്നുമില്ല. എന്തൊക്കെ പരിപാടി ഉണ്ടോ എല്ലാ പണിയും നമ്മൾ ചെയ്യും. നമ്മളമ്മ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ പണിയും ചെയ്യണം. പിന്നെ പെണ്ണ് കെട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉഴപ്പിന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറയാം, കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എല്ലാം വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഡിപ്പെൻഡ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അത് പുറത്തു കൊണ്ടുവരും. നമ്മളെ കഴിവിനെ അല്ല, നമ്മൾ ഫുൾ കഴിവിനെ നമ്മൾ പുറത്തെടുക്കാറില്ല. എനിക്ക് വയ്യ, എന്താ ചെയ്യല്ലേ. അപ്പം നമ്മൾ ഗൈസ് സവാള അരിഞ്ഞു കഴിഞ്ഞു ഗൈസ്. ഇനി അടുത്തത് ഇത് എന്നടിക്കാനുള്ള ഒരു ഇതാണ്, പാത്രമാണ് വേണ്ടത്. അവസാനത്തെ മുട്ടയ്ക്ക് എന്ത് മസിൽ പിടുത്തു. ഇച്ചിരി മസിൽ കൂടിയ കോഴിയായിരിക്കും ആ മുട്ട ഇട്ടത്. ഞാൻ അതായിരിക്കാം മുട്ടല്ലേ ഗൈസ്. എന്തിനു ശേഷം അതെ
അപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ഈ സാധനം എടുത്തത് എന്തിനാണ്? സെയിം തട്ടുകടയിലുള്ള ശബ്ദം, മുഖത്തെ എക്സ്പ്രഷൻ കൂടെ ഞാൻ കാണിച്ചു. കണ്ടല്ലേ നല്ല ജ്യൂസ് പരുവത്തിനായിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പാണ് ഇടുന്നത് ഗൈസ്. അടുത്തതും ഞാൻ എടുത്തിട്ടുണ്ട്. സവാള എടുത്തു, മുളക് എടുത്തു, പഞ്ചാര എടുത്തു, ദാ ഉപ്പ് എടുത്തു. ഇനി എനിക്ക് ആകെ ഒരു ഐറ്റം എടുക്കാൻ പറ്റുമോ? ആ എണ്ണ ഞാൻ മാറ്റി വെച്ച് എന്താണ്? വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ്. വെളിച്ചെണ്ണ ഇല്ല, വെളിച്ചെണ്ണ തരാം. ഞാൻ അതുകൊണ്ടാണ് അത് തന്നെ പറഞ്ഞത്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ തിന്നേണ്ടി വരും. അതാണ് വേറൊരു തമാശ. അടുത്തെന്ന് വെച്ചാൽ കത്തിക്കുകയാണ്. തീയൊക്കെ ആളുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ ഉള്ള ഫ്ലോ ആണ്. എനിക്ക് വയ്യ. അതിനുശേഷം ആ ചട്ടിയിലോട്ട് ഒഴിക്കാനുള്ള സാധനങ്ങൾ മാറ്റി വയ്ക്കുന്നു. അതുപോലെ തന്നെ വെളിച്ചെണ്ണ എവിടെ ഇരിക്കുന്നു ഗൈസ്? എവിടെ വേയോ? റെഡ് കുപ്പിയിൽ ചിക്കൻ ആവശ്യത്തിനുള്ള കരണ്ടിയാണ് വേണ്ടത്. അതിപ്പോൾ കരണ്ടി കേട്ടോ, നമുക്ക് ഇത് തന്നെ എടുക്കാം. അവിടെ ആരും വന്നത്? ഞാൻ അവിടെ നിൽക്കുകയില്ലേ, തലയിരിക്കുമ്പോൾ പാലാടല്ലേ? ഓക്കെ, നോട്ട് ദ പോയിന്റ്. കാരണം എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കണം. ഓക്കെ, സോറി. ഓക്കെ, അപ്പം ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചട്ടി ചൂടാവുന്നതേ എവിടെ ആവശ്യമില്ലാതെ ഉള്ള സ്ഥലത്തെല്ലാം ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് പാചകം ചെയ്യുക എന്നുള്ളത് ഒരു കഴിവാണ്. അത് കണ്ടുകൊണ്ട് പാചകം ചെയ്തിട്ട് വേണം ഉപ്പിന് ഉപ്പാവളം, മുളകിന് മുളക്. ഓയിൽ ഒഴിക്കുക ഗൈസ്. ഓയിൽ ഒഴിച്ചിരിക്കുന്നു ഗൈസ്. നന്നായിട്ട് ചൂടായി. നല്ല വിലയാണ്. വെളിച്ചെണ്ണയ്ക്ക് വില ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആദ്യമേ ഈ വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് അറിയാം, ഇതുപോലെ എടുക്കാനാണ്. ഞാൻ പെപ്പർ പൗഡർ പെട്ടെന്ന് മാറ്റിയത് അതുകൊണ്ടാണ്. വെളിച്ചെണ്ണ കൂടുതൽ എടുക്കാനോ? യെസ്. നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഗൈസ്? എനിവേ ചട്ടിയിൽ എണ്ണ നല്ല തള കുമ്പളാണ് വരുന്നുണ്ടല്ലേ? ആ, ഇങ്ങനെ പൊട്ടണം. എങ്കിലാണ് ചട്ടി ചൂടായി എന്ന് നമ്മൾ മനസ്സിലാവുന്നത്. ഓക്കെ, ഇതൊന്നും പറഞ്ഞു തരണ്ട. എന്നാലും ഞാനൊരു ഇത് ഫ്ലോയ്ക്കങ്ങ്. നിങ്ങൾ ആരും എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കരുത്. ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമില്ല. നമ്മളുടെ സുരാജ് പിന്നാർക്കൂട് പറയുന്നതൊക്കെ ചടുപ്പിതാടില്ലേ, അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണം ശിവൻകുട്ടി. റേഷൻ കട വന്ന് മണ്ണെണ്ണ മേടിക്കണോ എന്ന് പറയുന്ന കണക്കാണ്. എനിവേ ചട്ടികൾ ചൂടായിട്ടുണ്ട്. അയ്യോ, സോറി, ആവേശം പാടില്ല. ഇതാണ് പറയുന്നത്. ആവേശമായി കഴിഞ്ഞാൽ കണ്ടില്ലേ? ഓ, എനിക്ക് വയ്യ. അതങ്ങ് ഒഴിച്ചപ്പോൾ ഉണ്ടല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ലേശം കുറച്ച് തീയെ വയ്ക്കാവുള്ളൂ. അതിനുശേഷം അതിൻ്റെ കണ്ടില്ലേ, കണ്ടോണ്ടാ. അറേ വാ, ഇത് കണ്ട് കൊതിയൊന്നും ആരും വിടണ്ട. ഇത് എനിക്ക് തന്നെ തിന്നാനുണ്ടാകുന്നത്. ഇങ്ങനെ കൊത്തി ഓ ഇങ്ങനെ കൊത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. നല്ല മണം വരുന്നുണ്ട്. മണങ്ങളൊക്കെ വരും. കൽഫാങ്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ എനിവേ നമ്മളുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അയ്യോ, ഇപ്പം പൊള്ളി പണ്ട് കാര്യമില്ല. വീട് കെട്ടുന്ന ഒരു അബദ്ധങ്ങളാണ് ഇതൊക്കെ. എനിവേ നമ്മളുടെ എല്ലാ പ്രിപ്പറേഷനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളിത് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്ത കർത്തവ്യം. നമ്മളൊരു നല്ലൊരു സെർവിങ് പ്ലേറ്റ് എടുക്കുക. ഇങ്ങോട്ടേക്ക് ഒരു പാടേനല്ലേ നമ്മളിതൊന്ന് തട്ടി ലെവൽ ചെയ്ത്. എന്താ അല്ലേ നോക്കൂ. ഓ മൈ ഗാഡ്, ടേസ്റ്റി.
എല്ലാം ഞാൻ തന്നെ പറയണം, നിങ്ങൾ ആരും തെറ്റിയിരിക്കണ്ട. കാരണം വേറെ ആരും ഇല്ലടേ പറയാനായിട്ട്, ഞാൻ തന്നെ പറയണം ഞാൻ ഉണ്ടാക്കിയത്. സ്വന്തമായി ഉണ്ടാക്കിയതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. ഞാനും കൂടെ ഇത് പുകയുന്നു. ഇതാണ് അപ്പോൾ ആയിട്ട് എത്ര ഉള്ളു ഗൈസ്. ഇനി നമുക്ക് ഒരു ജ്യൂസും ഇതും കൂടെ വെച്ച് പിന്നെ കുടിക്കും. എവളുടെ കൂടെ കാണണ്ടേ നമുക്ക്, എങ്കിലേ ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുമോ. എനിവേ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നജി താത്തയാണ്. നജി താത്ത, നിങ്ങൾ എന്താണ് അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത്? എൻ്റെ എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ, അടുത്തത് ആരാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. ലെറ്റ്സ് വാച്ച് ഇറ്റ്. അപ്പം അങ്ങനെ ഇക്കുവിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇനി എൻ്റെ ഊഴമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന 2 ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലെമൺ ജ്യൂസ്, രണ്ടാമത്തെ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊത്ത് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കാണാം. ആദ്യം നമുക്ക് നമ്മുടെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കാം. നോർമലായിട്ടുള്ള നാരങ്ങ വെള്ളം അത്രേ ഉണ്ടാക്കുന്നുള്ളൂ, അല്ലാതെ നമ്മൾ ഫ്രഷ് ലൈമായിട്ടൊന്നും ഞാനിപ്പം അടിക്കാൻ നിൽക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെ 5 ഐറ്റമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏലക്കായും കാര്യങ്ങളൊന്നും ഞാൻ ചൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നോർമലി ഉള്ള ലൈം ജ്യൂസ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. മേടിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു ക്യാപ്സിക്കം, 3 മുട്ട, 2 തക്കാളി, 2 സവാള, കുറച്ച് പച്ചമുളക്. ഇത്രയും പച്ചമുളകും ഇത്രയും തക്കാളി എനിക്ക് ആവശ്യമില്ല. പിന്നെ അവിടുന്ന് മേടിച്ചപ്പോൾ അത്രയും മേടിച്ചതന്നേ ഉള്ളൂ. കാരണം നിങ്ങൾ കണ്ടല്ലോ 3 പച്ചമുളക് എടുത്തപ്പോൾ അവർ തൂക്കി തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു പിടി അങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കാം. അപ്പോൾ അതിനുശേഷം കാണാം. കണ്ണുനീറുന്നു, 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 കൈ നോക്കി കണ്ണുനീറുന്നു. പച്ചമുളക് 2 എണ്ണം എരിവിനനുസരിച്ച് എടുക്കാം. ഞാനൊരു 1.5 ഒക്കെ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ അത് 10 എണ്ണത്തിൻ്റെ 20 എണ്ണത്തിൻ്റെ പാക്കറ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എനിക്കൊരു 8-7 ചപ്പാത്തി മതിയാവും. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇളക്കിയെടുക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ അടുത്ത് നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കാനുള്ള ചട്ടി റെഡി, നമ്മുടെ ചപ്പാത്തി റെഡി. അപ്പോൾ കമോൺ, അപ്പോൾ നമുക്ക് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും ഞാൻ ഇതിനെ എടുത്ത് മറിച്ചിടാനുള്ള തവി എടുത്തിട്ട് വന്നിട്ടുണ്ട്. കട്ടിയിട്ട് ചുട്ടിടാനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കാം. അപ്പോൾ അതും അത് ഇരിക്കട്ട്. ഓക്കെ, ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. പെട്ടെന്നാവും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കനമില്ലാത്ത ചപ്പാത്തി അല്ലേ, അപ്പോൾ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. യെസ്, എൻ്റെ ഫേവറേറ്റ് റെസിപ്പികളിൽ ഒന്നാണ് കേട്ടോ ഈ കൊത്ത് ചപ്പാത്തി. കൊത്ത് പൊറോട്ട ഇഷ്ടമാണ്, കൊത്ത് ചപ്പാത്തി ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കൊത്ത് ചപ്പാത്തി, പിന്നെ ഒരു ദിവസം ഞാൻ വേറെ കൊത്ത് പൊറോട്ടയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. എനിക്കറിയാവുന്ന എല്ലാ ഫുഡ് ഐറ്റംസുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് അറിയാവുന്നവർ കുറവായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുവിധം എല്ലാവർക്കും എല്ലാ റെസിപ്പീസും അറിയാവുന്നവരാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇവിടെ പോയി ഖമോൺ. യെസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ള ഒരു 7-8 ചപ്പാത്തി വേണമെങ്കിൽ അതുവരെ നമുക്ക് എടുക്കാം. അപ്പം അത് ചുട്ടിട്ടെടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഞാനൊരു 8 ചപ്പാത്തി ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് റോൾ ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ നമുക്കിത് ഇങ്ങനെ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം നീളത്തിനായി കിട്ടും. പിന്നെ ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി നേരെ കുക്കിങ്ങിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, ബാ. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള വെള്ളമെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണ് ഉള്ളതെങ്കിൽ അതെടുക്കാം, അല്ല വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സവാള, ടൊമാറ്റോ, ക്യാപ്സിക്കം എല്ലാം ഒരുമിച്ചിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എല്ലാം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഒരുപാട് ഫുള്ള് വഴന്ന് പോകേണ്ട കാര്യം ഇല്ല. നമുക്കിങ്ങനെ ഓരോന്ന് കടിക്കാൻ കിട്ടുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഇതിനോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ നമുക്കിത് വഴാനായിട്ട് ചേർത്ത് കൊടുക്കാം, വഴന്ന് വരാനായിട്ട്. ഓൾറെഡി ചപ്പാത്തിയിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ അത് ശ്രദ്ധിച്ച് ബാലൻസിങ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരാനായിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അതെ, ഇത്രയും തന്നെ വഴന്ന് ആയാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഉള്ളത് നമ്മൾ കുറച്ച് മസാലപ്പൊടികളുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർക്കണം. പക്ഷേ 5 ഐറ്റം ആയതുകൊണ്ട് ഞാൻ ആകെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാത്ത രീതിക്കാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഗരം മസാല, പെപ്പർ പൗഡർ കാര്യങ്ങൾ ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ അതും കൂടെ ചേർക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ രസം വരുന്നത്. യെസ്, അപ്പോൾ പരിമിതികൾ ഉള്ളത് കൊണ്ട്
നമ്മൾ ഇപ്പോൾ കുറച്ച് ഐറ്റം കണ്ടിട്ട് കൊള്ളാമെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനൊന്നും ആയില്ല, അതൊക്കെ പ്രേക്ഷകരാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് ഇതിന്റെ കൂടെ തന്നെ ഒരു 3 മുട്ട ഞാനിവിടെ പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിനെയും കൂടെ ഒന്ന് ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇളക്കി ഒന്ന് സെറ്റായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാണാൻ എന്താ ഒരു ഭംഗി. അപ്പോൾ ഇതിനെയും കൂടെ നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്, കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ കുറച്ചും കൂടെ വേറൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലോട്ടുള്ള ടേസ്റ്റിലോട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി ഇതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കൊത്ത് ചപ്പാത്തി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി സർവിങ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊത്ത് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിച്ച് നോക്കി ടേസ്റ്റ് വൈസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക ഉണ്ടാക്കിയ ഫുഡ് ഐറ്റം ഞാനും കഴിച്ചു നോക്കി അഭിപ്രായം പറയണം. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് റെസിപ്പി അഭിപ്രായം പറയണം. അപ്പോൾ ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ എന്താണെന്നുള്ള കേസൊക്കെ ഇപ്പൊ നോക്കാം. ആകെ ഉള്ളത് സവാളയും മുട്ടയും പച്ചമുളകും ഉപ്പും ഓയിലും. പക്ഷെ അന്യായ ടേസ്റ്റ് ഉള്ള കാര്യം പറയണമല്ല. ചപ്പാത്തി കൊത്ത് നിങ്ങൾ മസ്റ്റ് ട്രൈ സാധനം, ഞെരിപ്പ് സാധനം, പൊളി. ഒന്നും പറയില്ല. നിങ്ങൾ ഇത് ഉണ്ടാക്കി തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി നോക്കിയിട്ടേ നിങ്ങൾ കമന്റ് ഇടാവുള്ളൂ. കാരണം അത്രയ്ക്ക് അടിപൊളി സാധനം. ഇത്രയും നമ്മൾ വെറും 100 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി എല്ലാം ചെയ്തത്. അഡീഷണൽ നമ്മൾ എടുത്തിട്ടുള്ള ഡെയിലി പർപ്പസിനായിട്ടുള്ള ഓയിലും കുറച്ച് മസാല നിങ്ങളെല്ലാം കണ്ടില്ലേ. അത് വെച്ചിട്ട് ഇത്രയും അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പൊളി. ഒന്നും പറയാല്ല. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടോ. നാരങ്ങളുള്ളതാണ്. ലൈമായിട്ട് തന്നെ ഉണ്ട്. കുറച്ചുകൂടെ തണുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ തണുത്താൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. പക്ഷെ തിക്നെസ്സും മധുരവും കാര്യം എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ എനിവേ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പൊ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക് എല്ലാവർക്കും മാത്രമല്ല ഗൈസ് ഒരു കാര്യം കൂടെ വിട്ടുപോയി. നമ്മൾ ഇനി ഇതിന്റെ യുദ്ധത്തിലാണ്. ഒന്നാമത്തെ കേസ് വയറ് വിശന്ന് കൊടല് കത്തിയിട്ട് വയ്യ. ഉള്ള കാര്യം പറയണമല്ലോ. കാരണം അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഫിനിഷ് ചെയ്യേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. എനിവേ എന്തായാലും നമ്മൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ടും ഇനി കാണുന്നവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, ടേക്ക് കെയർ ആയിട്ട് ഇരിക്കുക. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് കൂടെ ചെയ്തേക്കുക. ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്തും കൂടെ നിങ്ങൾ ഞെക്കി വിടുക, ക്ലിക്ക് 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 ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഉഗ്രം വീഡിയോ ആയിട്ട് വരുന്നവരേക്കും this is Food Addict Comedy Gold signing off.